അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട പാരൻസ്, പിന്നെ ടീച്ചേഴ്സ്, ഈ സ്ഥാപനത്തിൻ്റെ CEO, മറ്റ് അധ്യാപകർ, ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. നിങ്ങളുടെ സമയം ഞാൻ കൂടുതലെടുക്കില്ല. ഞാൻ അൽഹംദുലില്ലാ ഒരുപാട് മേഖലയിൽ തൊഴിൽ ചെയ്തൊരു വ്യക്തിയാണ്. കുട്ടികളുടെ മേഖല ഞാൻ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നതും എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഞാൻ എൻ്റെ യുവത്വവും സമയവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു മറുപടി എനിക്ക് അള്ളാഹുവിന് കൊടുക്കണം. ആ നിയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ വന്നതും ഇവിടെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും കുട്ടികളുടെ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഒരു പാരൻസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദ്യം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഭൗതിക മേഖല ചില സ്കൂളുകളും കോളേജിലൊക്കെ ക്ലാസ് എടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ക്ലാസ് എടുത്ത സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഭൗതിക മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് തെറ്റായ വഴിയിലൂടെ പിന്നീട് അവരുടെ ജീവിതം മാറിപ്പോകുന്ന അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഖുർആൻ എന്നുള്ളത് നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 7 സ്റ്റേജുകൾ പറയും. അതിനൊന്നും കൂടെ ചുരുക്കിയാൽ 5 സ്റ്റേജുകളാണ് പറയാം. അതായത് മാതാവിൻ്റെ ഗർഭപാത്രത്തിന് മുൻപ് അതൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്. അള്ളാഹു നമ്മളെ പ്രകാശമാക്കി വെച്ചൊരു സ്റ്റേറ്റ് പറയും. അതിനെക്കുറിച്ച് നമുക്കറിയില്ല, പ്രകാശമാക്കി വെച്ചെന്ന് പറയും. പിന്നെ 40ാമത്തെ ദിവസം അള്ളാഹു ഉമ്മാൻ്റെ വയറ്റിൽ ഇട്ട് കൊടുക്കുന്ന പറയും. 9 മാസവും 9 ദിവസവും അത് കടന്നു പോകും. ആ ജീവിതം കഴിഞ്ഞ് പിന്നെ ഒരു ജീവിതമാണ് ഈ ദുന്യാവിയായ ജീവിതം, നടുക്കുള്ള ജീവിതം എന്നാണ് പറയും. ഈ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൗമാരത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ ഏതവസ്ഥയിലും അള്ളാഹു നമ്മളുടെ റൂഹ് പിടിക്കാം. ഈ അവസ്ഥ കഴിഞ്ഞാൽ പിന്നുള്ളൊരു ലൈഫുണ്ട്, ഡെത്ത് അല്ലെങ്കിൽ ഖബർ ജീവിതം എന്നുള്ളൊരവസ്ഥ. ആ ഖബർ ജീവിതം ചിലപ്പോൾ ഇതിനേക്കാൾ ലെങ്ത് ഉണ്ടാകും, ഇതിനേക്കാൾ ധൈര്യമുണ്ടാകും ഈ ഖബർ ജീവിതം എന്നുള്ളത്. ദുനിയാവിൽ നമ്മൾ 70 80 വർഷം ജീവിച്ചാൽ അതിൻ്റെ 3 ഉറങ്ങി തീർത്താൽ അതിൽ യുവത്വം മാത്രം എടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 15 20 വർഷമൊക്കെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നുള്ളൂ. നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഭൗതികപരമായി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ആത്മീയപരമായ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ അതിന് പലരും ഫോക്കസ് കൊടുക്കാറില്ല. ഏതെങ്കിലും രീതിയിൽ മക്കൾ സമ്പാദ്യം ഉണ്ടാക്കണം, സമ്പന്നനാകണം, അങ്ങനെ ഭൗതികതയിൽ മാത്രം അതിൻ്റെ ആ ഒരു ലെവലിൽ മാത്രം അവർ ജീവിച്ചു പോകണമെന്ന് പല പാരൻസും അത് മാത്രം വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥമായിട്ട് അവരുടെ സൽസ്വഭാവമാണ് അവരുടെ ലൈഫിൽ എന്നും എവർ ലാസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ഉപകാരപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ ഖബർ ജീവിതമുണ്ട്. അതായത് ഉറക്കിൽ നമ്മളിപ്പോൾ നേരിട്ടൊരു പാമ്പിനെ കണ്ട് നമുക്കുണ്ടാകുന്ന ഭയത്തേക്കാൾ കൂടുതൽ നമ്മൾ സ്വപ്നത്തെ കാണുന്ന ഒരു പാമ്പിനെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഭയം ഉണ്ടാവും. അതായത് ഉറക്കം എന്നുള്ളൊരു ടെമ്പററി ഡെത്തായിട്ടാണ് പറയാം. സൈക്കോളജിയിലൊക്കെ ഒരു ടെമ്പററി ഡെത്താണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ ഖബർ ജീവിതം എന്നുള്ളത് ഇറ്റ്സ് ആൻ എവർലാസ്റ്റിംഗ് സ്ലീപ്പ്. അതായത് ദീർഘമേറിയ ഒരു ഉറക്കം. ആ ഉറക്കിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്നുള്ളത് നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു റിസൾട്ടായിരിക്കും നമ്മുടെ ആ ഖബറിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ, അവരുടെ ഈ ഒരു കൗമാര കാലഘട്ടം അല്ലെങ്കിൽ യൗവനം തുടങ്ങിയ മക്കൾക്ക് ഏറ്റവും നല്ല ഉത്തമമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അള്ളാഹു നല്ല രീതിയിൽ നമുക്ക് നിറവേറ്റാൻ തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ, അതായത് ഭൂമിയിലെ മറ്റേത് ജീവജാലങ്ങളും നമ്മൾ പരിഗണിച്ചാലും ആന നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഗർഭകാലാവസ്ഥ ഏകദേശം 1.25 വർഷം, 1.25-2 വർഷത്തിനുള്ളിലാണ് ആനയുടെ ഗർഭകാലം എന്ന് പറയുന്നത്. ജിറാഫിൻ്റെ ആണെങ്കിലും ഏകദേശം 1.25-1.5 വർഷത്തോളം ജിറാഫിനുണ്ട്. ഇങ്ങനെ ഏത് സ്പീഷീസ് നോക്കിയാലും മനുഷ്യനേക്കാൾ ധൈര്യമുള്ള പ്രസവകാലമുണ്ടോ, മനുഷ്യനേക്കാൾ ധൈര്യം കുറഞ്ഞ പ്രസവകാലമുണ്ടോ. പക്ഷേ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമായിട്ടുള്ളതും അത് മനുഷ്യന് തന്നെയാണ്. നമുക്കറിയാം, ഒരാന ജനിച്ച ഉടനെ കുറച്ച് കഴിയുമ്പോൾ ഏതാനും സമയത്തിനുള്ളിൽ അത് എഴുന്നേൽക്കും. മറ്റേത് നാൽക്കാലികളോ മറ്റേത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചുരുങ്ങിയ സമയം കൊണ്ട് അത് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. കടുവയൊക്കെ നോക്കിയാൽ ഒരു കുറച്ച് സമയം കൊണ്ട് അത് കണ്ണു തുറക്കും. പക്ഷേ ഒരു സെൽഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാനും സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ ദൈർഘ്യം കൂടുതൽ മനുഷ്യനാണ്. അത് ഏറ്റവും കൂടുതൽ പരിശീലനം സിദ്ധിക്കേണ്ടത് മനുഷ്യന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാട്, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംസാരം ഒന്ന് ചുരുക്കുകയാണ്. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മക്കൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ നമ്മൾ വീട്ടിൽ ഏത് നിലയിലാണോ അവരോട് പെരുമാറുന്നത് അതിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് അവർക്ക് അവരുടെ ദീർഘകാലവും ജീവിതത്തിൽ അതുണ്ടാവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താലും വീട്ടിൽ വന്ന് അവർ കണ്ടുപഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പറയാറുണ്ട്, ചിൽഡ്രൻസ് ഫോളോ വാട്ട് ദേ സീ എന്ന് പറയാറുണ്ട്. കുട്ടികൾ എന്താണോ കാണുന്നത്
കാണുന്നത് അതിനെ അവർ പിന്തുടരും എന്ന് പറയാം. നമ്മളൊരു കാര്യം ചെയ്തിട്ട് കുട്ടികളത് ചെയ്യരുത് എന്ന് പറയുന്നതും നമ്മളൊരു കാര്യം ചെയ്യാതിരുന്നിട്ട് കുട്ടികളത് ചെയ്യുമെന്ന് പറയുന്നതും രണ്ടും രണ്ട് തരത്തിലാണ് മക്കൾ എടുക്കുക. നമ്മൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ആ രീതിയിൽ അതിനെ കോപ്പി ചെയ്യുന്നുള്ളതാണ്. പിന്നെ പല കുട്ടികളും അനുഭവിക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ് പാരൻറ്റിങ്ങിൽ വരുന്ന വേരിയേഷൻ എന്നുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പല കാര്യങ്ങളും മാറ്റാം. കണ്ണ് മാറ്റി വെക്കാം, വൃക്ക മാറ്റി വെക്കാം, പല പല അവയവങ്ങളും നമുക്ക് മാറ്റി വെക്കാം. വേറൊന്ന് വെച്ചാൽ പോലും കുറഞ്ഞ കാലം അത് നിലനിൽക്കുമെങ്കിലും നമ്മൾ പല കാര്യങ്ങൾ മാറ്റി വെച്ചാൽ പോലും മജ്ജ മാറ്റലോ ഇനിയിപ്പോൾ അസ്ഥി മാറ്റലോ മറ്റേ സ്റ്റീൽ വെച്ചാലോ നമ്മുടെ ബോഡിയിൽ നമുക്ക് മാറ്റാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ DNA-യിലുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും ക്രോമസോം എന്നുള്ളത്. അത് ഏത് കാലവും അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മളൊരു മുടി എടുത്താൽ പോലും നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും DNA അതിലുണ്ടാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന വേരിയേഷൻസ്, നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഈ കുട്ടികളെ കാര്യമായിട്ട് ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ മാഗ്നറ്റൊക്കെ റിപ്പൾഷനൊക്കെ കേട്ടിട്ടുണ്ട്. അത് അകന്നു പോകുന്നതും അട്രാക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എതിർ ദിശയിൽ വെച്ചാൽ ഒരേ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പല്ലാവുന്ന പറയാം. അതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ DNA പോലും അത് ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ എത്രത്തോളം കുട്ടികളോട് വയലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ വീട്ടിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാനസികമായിട്ട് വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടാകും. അപ്പോൾ പല കുട്ടികളും, ഞാനിപ്പോൾ ഒരുപാട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത പരിചയത്തിൽ പല ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അങ്ങനെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ്ങിൽ വന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ടാവും, എന്നാലും എൻ്റെ ഒരു എളിമ നിങ്ങളോട് പകർന്നു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ കുട്ടികളെ ബഹുമാനിക്കുന്നോ ആ കാര്യം നമുക്ക് തിരിച്ചു വരുന്ന ഇൻ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. അതുപോലെ നമ്മൾ പറയുന്നുണ്ട്, മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളോട് കുട്ടിക്കാലത്ത് നിങ്ങളെ നോക്കിയത് അതേപോലെ വാർദ്ധക്യത്തിൽ അവരെ നിങ്ങൾ തിരിച്ചു നോക്കണം. അപ്പോൾ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ആ ഒരു ബോണ്ട് പവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഉമ്മ ഉപ്പയെക്കുറിച്ച് നല്ലത് പറയുന്നതും ഉപ്പ ഉമ്മയെക്കുറിച്ച് നല്ലത് പറയുന്നതും കുട്ടികൾ ഏറ്റവും കൂടുതൽ വിലയോടെ എടുക്കും. ഒരു ഉപ്പാനെ കുറിച്ച് തന്നെ നല്ലത് പറയാം കുട്ടീനോട്, മോനെ ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. ഉപ്പയുടെ തന്നെ ക്വാളിറ്റി സ്വയം എടുത്ത് പറയുന്നതും ഉമ്മയുടെ തന്നെ ക്വാളിറ്റി എടുത്ത് പറയുന്നതും കുട്ടികൾ ഒരു രീതിയിൽ മനസ്സിലാകും. പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് വാല്യുബിളാണ് ഉമ്മയെക്കുറിച്ച് ഉപ്പ നല്ലത് പറയുന്നതും ഉപ്പയെക്കുറിച്ച് ഉമ്മ നല്ലത് പറയുന്നതും. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ നന്മ എടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നന്മ മറ്റൊരാളിലൂടെ നമ്മുടെ മക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ആ കുട്ടികൾ ഏറ്റവും കൂടുതൽ വാല്യൂ വെക്കുക. ഇപ്പോൾ ഒരു ഉപ്പ മോനോട് പറയാണ്, മോനെ നിൻ്റെ ഉമ്മ നോക്കണം, അടുക്കളയിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നിൻ്റെ വസ്ത്രം അലക്കുന്നുണ്ട്, നിനക്ക് എന്തൊക്കെ കഷ്ടപ്പെടും നിൻ്റെ ഉമ്മ എടുക്കുന്നുണ്ട്, 9 മാസം നിന്നെ നൊന്ത് പ്രസവിച്ചു, നിൻ്റെ മോൻ്റെ കാഷ്ടം കോരി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കുട്ടിക്ക് ആ മെൻ്റലി അവിടെ ഒരു ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. മറിച്ച് ഉമ്മയാണ് ഉപ്പയെക്കുറിച്ച് പറയുന്നത്, മോനെ ഉപ്പയെ നോക്ക്, നീ രാപ്പകലില്ലാത്ത നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്, ആൾക്കാരുടെ ഇടയിൽ പോയി പലരുടെയും ചീത്ത കെട്ടി തെറി വിളിച്ച് വെയിൽ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടിലൂടെ എൻ്റെ മോനെ നമ്മളെ ഉപ്പ വളർത്തുകയല്ലേ, ആ ഉപ്പേനോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ. ഇങ്ങനെ നമ്മൾ മക്കളോട് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വാല്യൂ വളരെ ഗ്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളെ ഇടയിൽ സ്നേഹമുണ്ടാകുന്നു, മാതാപിതാക്കൾക്കിടയിൽ എത്രത്തോളം സ്നേഹമുണ്ടാകുന്നു, അത്രത്തോളം നല്ല മക്കൾ അവിടെ വളർന്നു വരുന്നുള്ളതാണ്. ഖുർആൻ എന്നുള്ളത് ജീവിത ദർശനമാണ്. കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതും ഏത് രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആ ഖുർആനിലുള്ള കാര്യത്തിലൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാകാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഇൻഷാ അല്ലാഹ് നല്ലൊരു മേഖലയിൽ, നല്ലൊരു ഉയർന്ന മേഖലയിൽ നമുക്ക് കൊണ്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കും. പഠനത്തിലായാലും ഏത് തൊഴിൽ മേഖല ആയിക്കോട്ടെ, അവർക്ക് മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അവരുടെ ലൈഫ് ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് സേഫ് സോൺ എന്നുള്ളൊരു ഒരു തലത്തിൽ അവരുടെ മനസ്സെത്തി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മാറും. മറിച്ച് നമ്മൾ അവരൊരു സേഫ് സോണിലില്ല നിൽക്കുന്നത് എന്നുള്ള പേടി ആ മക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പരാജയം അവരുടെ ജീവിതത്തിൽ വന്നു. അപ്പോൾ മാതാപിതാക്കൾ എന്നുള്ള അല്ലെങ്കിൽ അധ്യാപകർ എന്നുള്ള നമ്മുടെ നിലക്ക് നമുക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂടെ ഈ ഒരു യാത്രയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയിൽ ഒന്നാണ്, ഇനിയിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് മക്കൾ ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ പല പാരൻസിൻ്റെ ഇടയിൽ കണ്ടതാണ് മെയിൻ ഇഷ്യൂ, ഒരു ഒഴിവ് സമയം അവർക്ക് കിട്ടാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് അവർ മൊബൈൽ ഫോൺ കൊടുക്കുക എന്നുള്ളൊരു ഇഷ്യൂ. മൊബൈലിൽ നമുക്കറിയാം, ഞാൻ ചെറിയൊരു കാര്യം സൂചിപ്പിക്കാം, നിങ്ങളൊക്കെ എത്രത്തോളം അതിൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ദജ്ജാലിസം, പിന്നെ അമേരിക്കയുടെ സയോണിസം, പിന്നെ ഇസ്രായേലിൻ്റെ പലസ്തീൻ്റെ നിങ്ങൾ കോൺഫ്ലിക്റ്റൊക്കെ കണ്ടതാണ് സയോണിസം. അതിൽ ഒരു ജൂയിഷ് ആയിട്ടുള്ള വ്യക്തിയാണ് മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന വ്യക്തി. ഒരു ജൂതമതക്കാരനാണ്, മതത്തെ കുറ്റം പറയില്ല. അയാൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് അയാളുടെ അജണ്ട എന്താണെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു കോട്ടിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മാർക്ക് സുക്കർബർഗ് എന്ന് പരിചയപ്പെടുത്താം. മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഉടമസ്ഥനാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഈ മൂന്നിൻ്റെയും ഉടമസ്ഥനാണ്
നമ്മളീ പറയുന്ന മാർക്ക് സുക്കർബർഗ് എന്നുള്ളത്. അദ്ദേഹത്തെ തന്നെ ഈ അടുത്ത് കോടതിയിൽ വിചാരണ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഒരുപാട് കൗമാരക്കാരികളായ പെൺകുട്ടികളുടെ പലതര ഫോട്ടോസും മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ട് അദ്ദേഹം വലിയ രീതിയിൽ വിചാരണ നേരിട്ട വ്യക്തിയാണ്. ഓർക്കണം, ഈ മൂന്നിൻ്റെയും ഓണറാണ്. നമ്മളൊരു ഫോട്ടോ എടുത്തു, നമ്മൾ വരിക്കും അത് പ്രൈവറ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ അയക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഉടമസ്ഥൻ ഉണ്ടാവുമല്ലോ. അയാൾ എന്തായാലും അയാൾക്ക് വേണ്ട രീതിയിൽ, അയാൾക്ക് ബിസിനസ് ആകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറ്റിയെടുക്കുക. പിന്നെ അതേപോലെ ഞാൻ നേരിട്ട മറ്റു കുറച്ച് ഇഷ്യൂയാണ് ഗെയിം, അതായത് ഗെയിമിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അതായത് ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടായിരുന്നോ? ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു. സൈക്കോളജിക്കലി ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്ത് കുട്ടികൾക്ക് ചലഞ്ചിങ് മൈൻഡ് കൊടുത്ത് അവസാനം മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ 1-2 കുട്ടികൾ മരണപ്പെട്ട ന്യൂസ് നിങ്ങൾ വയനാട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ബ്ലൂ വെയിൽ എന്നുള്ളൊരു ഗെയിമിൻ്റെ. അപ്പോൾ കുട്ടികളെ വളർച്ചയെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ് സോഷ്യൽ മീഡിയ, ഞാൻ പറഞ്ഞ ഇതുപോലെ ഗെയിമുകൾ എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ടെക്നോളജിയിൽ നമുക്ക് പിന്നോട്ട് പോകാനും പറ്റില്ല. മക്കൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും വേണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ അത് നല്ല രീതിയിൽ അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഫോൺ അവർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇന്ന് അവരെന്താണോ ഫോണിൽ യൂസ് ചെയ്യുന്നത് അത് വിഷ്വലി നിങ്ങളുടെ വീട്ടിലുള്ള TV-യിൽ തന്നെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ മക്കൾ എന്ത് കാണുന്നു, അവരെ നല്ല രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ ഫോണുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കുട്ടികൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. കാരണം നമ്മളാൽ ആകുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് നല്ല കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് അവർ വീട്ടിലെത്തുമ്പോൾ പല പാരൻസും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളൊന്ന് അടങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഫോൺ അങ്ങ് കൊടുത്തു കൊടുക്കും. ഫോൺ കൊടുത്ത് അവർ കുട്ടികൾ മൂലയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് പിന്നെ അവർ കാണുന്നത് എന്താണ്? റീൽസാണ്. റീൽസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം കാണുന്ന വീഡിയോസാണ്. ആ ചുരുങ്ങിയ സമയം കാണുന്ന വീഡിയോസ് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അവർ കാണുന്നത്, അവരുടെ മൈൻഡ് ആ രീതിയിലാണ് വളരുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരും പേരെടുത്ത് പറയുന്നില്ല, ആണുമല്ല പെണ്ണുമല്ല എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കുക. മലപ്പുറത്ത് ഒരു വ്ളോഗറുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അയാൾ ചില വ്ളോഗ് ചെയ്യുന്നു, കുട്ടികളത് കാണുന്നു, അല്ലെങ്കിൽ പുരുഷനെ വിവാഹം കഴിക്കുന്ന, സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ആ രീതിയിലുള്ള ആൾക്കാരുടേതായിട്ടുള്ള റീലോ അവരുടെ കാഴ്ചപ്പാടുകളോ ഇതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. നല്ല വാർത്തകൾ എടുത്തു കാണൂല. ഉദാഹരണത്തിന് ഒരു ഭാര്യയും ഭർത്താവും ദാമ്പത്യ ജീവിതത്തിൽ നല്ല ചെയ്ത കാര്യങ്ങൾ, നന്മയുണ്ടായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അവരൊന്നും രംഗത്ത് വരില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ന്യൂസാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക. റേപ്പ് കേസുകൾ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തത്, രണ്ടുപേരും സ്നേഹത്തോടെ ഒരുമിച്ച് കൂടിയതിനെ പറ്റി വലിയ വാർത്തകൾ നിങ്ങൾ കാണില്ല. നെഗറ്റീവ് ന്യൂസ് എന്താണോ അതാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക. കൂടാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും നല്ല രീതിയിൽ അധ്വാനിക്കാതെ വെറും വായ കൊണ്ട് മാത്രം ജീവിച്ച് സോഷ്യൽ മീഡിയ കണ്ടന്റ് കൊണ്ട് മാത്രം ജീവിക്കുന്ന, ഉദാഹരണം പറഞ്ഞാൽ ആരിഫ് ഹുസൈനെ പോലെ അങ്ങനെയുള്ള വെറും നെഗറ്റീവ് മാത്രമുള്ള ആൾക്കാർ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വരിക. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പാരൻസ് ആകാതായി പോകുന്നുണ്ട് ചില അവസരത്തിൽ. എന്താണെന്ന് വെച്ചാൽ സ്പോൺസേഴ്സ് മാത്രമാണ്. അതായത് അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മെൻ്റലി ഗ്രോത്തിന് നമ്മൾ യഥാർത്ഥമായിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ പാരൻ്റ് ആകുന്നുള്ളൂ. അല്ലാതെ നമ്മളെന്താ വെറും സ്പോൺസേഴ്സ് മാത്രമായി പോകുന്ന അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടേതായ കണ്ടൻറ്റുകൾ അത് കണ്ടാണ് കുട്ടികൾ വളരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ നമ്മളെ ഇടയിലുള്ള കാര്യങ്ങൾക്ക് അത്ര അറ്റൻഷൻ കൊടുക്കുന്നില്ല. കൂടുതൽ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അവരുടെ മാനസികപരമായ ഗ്രോത്ത് ഈ രീതിയിലാവും. ഇന്ന് നിങ്ങൾ കാണാം, ഡിവോഴ്സ് കണ്ടമാനുണ്ട് ചുറ്റും. ഒരുപാട് ഡിവോഴ്സുകൾ നമ്മളെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും ഡിവോഴ്സാണ്. പെൺകുട്ടികൾക്കൊന്നും വിവാഹം വേണ്ട, അത് വേണ്ട എന്നുള്ളൊരു സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ ജീവിക്കുന്നു. ഇങ്ങനെ സമൂഹം, പിന്നെ മയക്കുമരുന്ന്, മറ്റ് ലഹരികൾ, പിന്നെ നമ്മൾ അതുമാത്രമല്ല ഫോണിൽ തന്നെ പല രീതിയിൽ അഡിക്ഷനും പല രീതിയിലുള്ള സെയിൽസും നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇവിടെ നല്ല പൊതുവെ ഏത് കുട്ടികളോട് ചോദിച്ചാലും ഈ തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ ഏത് രീതിയിലാണ് അവർ സോഷ്യൽ മീഡിയ കണ്ടന്റ് അവതരിപ്പിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് കണ്ടൊരു വീഡിയോ ആയിരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതെടുത്ത് അവൻ്റെ സ്വകാര്യ ഭാഗത്തിട്ടിട്ട് അവൻ വീഡിയോ ചെയ്യുന്നത്. കഴിക്കുന്ന ഭക്ഷണം എടുത്ത് പാത്രത്തിലെടുത്ത് സ്വകാര്യ ഭാഗത്ത് ഇട്ടിട്ട് ഒരു വീഡിയോ. അത്രത്തോളം നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. ഇവരുടെ ചാനൽ ഫോളോ ചെയ്യുന്നു, ഇവരെന്താ ചെയ്യുന്നത്, ഇവർക്ക് വ്യൂവേഴ്സ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയും കുട്ടികളുടെ വളർച്ചയുടെ പറയാൻ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുകയും നമ്മൾ കൊടുക്കുന്ന മോറൽ എത്തിക്സിനോളം അവരെ വളരാതിരിക്കുകയും ചെയ്യുന്നത് ഇന്ന് വലിയൊരു കുഴപ്പം പിടിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഞങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കുട്ടികളുടെ സമയം മാക്സിമം അവരോട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിർബന്ധമായും ഒരു അരമണിക്കൂറെങ്കിലും
ആണെങ്കിലും വീട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മക്കളുമായിട്ട് നമ്മളൊന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് നല്ല വാക്കുകൾ മാത്രം. എൻ്റെ മോൻ്റെ വിശേഷങ്ങൾ ഇന്ന് എന്തൊക്കെയായിരുന്നു, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലത് കേട്ടത്, ഇന്ന് എൻ്റെ മോനെ വിഷമിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. അവസാനം വിഷമം എന്താണെന്ന് ലോക്ക് ചെയ്യുന്നൊരു സന്ദർഭത്തിൽ ആ വിഷമം മാറ്റുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ ഉറക്കുക എന്നുള്ളതാണ്. ആ ഉറക്കിൽ മക്കൾക്ക് എല്ലാവിധ അവരുടെ മുറിവുകളൊക്കെ തലയിൽ നിന്ന് മാഞ്ഞു പോകണം. ആ അവസ്ഥയിൽ മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരും പ്രായത്തായി, അവർ വളർന്നു വരുന്ന അവർക്ക് നമുക്ക് കൺട്രോൾ വരുമ്പോൾ അവരുടെ വളർച്ചയിലും ഉണ്ടാവും. അവർ നല്ല രീതിയിൽ അവർ വളരുകയും ചെയ്യും. ഇന്ന് പല പാരൻസും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് നമ്മുടെ സൈക്കോളജിയിലുണ്ടത്. ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് നമ്മൾ എന്ത് കണ്ടോ, എന്ത് കേട്ടോ, എന്തിനാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അത് നമ്മുടെ വളർച്ച അല്ലെങ്കിൽ ചിന്തയെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ ടി വിയിൽ പലതും കാണുന്നു. ചില പാരൻസ് കാണാറുണ്ട് ക്രൈം, മറ്റേ ഏഷ്യാനെറ്റിലൊക്കെ ഓരോ പരിപാടികളുണ്ടല്ലോ, ക്രൈം, കൊലപാതകങ്ങൾ. ശ്രദ്ധിച്ചാൽ കാണാം പല ചാനലുകളിലും ഏകദേശം 9:30-10 മണിയൊക്കെ ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള വാർത്തകളാണ്. കൊലപാതകം നടന്നതും റേപ്പ് നടന്നതും ഇങ്ങനെ ഫിയർഫുൾ ആയിട്ടുള്ള വാർത്തകളാണ് മക്കൾ കേട്ടിട്ട് ഉറങ്ങുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് സമാധാനമല്ലാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ തലച്ചോറിനുള്ളിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും നമ്മളത് കാണാനും പാടില്ല, പോരാത്തതിന് കുട്ടികളത് കാണിക്കാനും പാടില്ല. ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നല്ല പ്രതീക്ഷയോടുകൂടെ മക്കളെ ഉറക്കാനുള്ള ചുറ്റുപാട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം, ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മക്കളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. കാരണം അതിന് മെഡിക്കൽ പരമായിട്ട് ഒരുപാട് ഗുണമുണ്ട്, ഞാൻ വൈഡായിട്ട് പറയുന്നില്ല. എങ്കിലും കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഹൃദയങ്ങൾ ഒരുപാട് അടുക്കും. അവിടെ നിന്ന് കൊച്ചു സംസാരങ്ങൾ അവരുടെ എവിടെയൊക്കെ മുറിവുകളുണ്ടോ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം ലോകത്തിൽ നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ ആരൊക്കെ തളർത്തിയാലും ഇല്ലെങ്കിലും സ്വന്തം മാതാപിതാക്കൾ അവരെ വളർത്തിയാൽ അവരെത്തുന്ന ഉയർച്ച വളരെ വലുതായിരിക്കും. ഒരു സയൻറ്റിസ്റ്റിൻ്റെ കഥ, ഞാൻ പേര് പറഞ്ഞു, തോമസ് ആൽവ എഡിസൺ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥ. സ്കൂളിൽ നിന്ന് ലെറ്റർ കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി ലെറ്റർ ടീച്ചർ കൊടുത്തു വിട്ടു. അങ്ങനെ മോൻ ചോദിച്ചു, അമ്മ എന്താ ടീച്ചർ തന്ന ലെറ്റർ എന്ന്. അന്നേരം അമ്മ പറഞ്ഞതാണ്, മോൻ്റെ അത്ര കഴിവുള്ള കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യം സ്കൂളിലില്ല, അതുകൊണ്ട് എൻ്റെ മോനെ മാറ്റിയിട്ട് മറ്റൊരു സ്കൂളിൽ, നല്ല കഴിവുള്ളൊരു സ്കൂളിൽ ചേർക്കാനാണ് ടീച്ചർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കത്തിൽ എഴുതിയത് ഇത്രയും കഴിവ് കെട്ട ഒരുത്തനെ ഈ സ്കൂളിലേക്ക് അയക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു ആ ടീച്ചറെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു ടീച്ചർ അയച്ചത്. പക്ഷേ ആ മാതാവിൻ്റെ സ്നേഹം കൊണ്ട് ആ മകന് വേണ്ട പരിചരണം കൊടുക്കുകയും മാനസികമായി അവന് കൊടുത്ത സപ്പോർട്ടും കാരണം അവൻ വലിയ രീതിയിലൊരു ശാസ്ത്രജ്ഞനായിട്ട് വളർന്നൊരു കഥ നമ്മൾ കേട്ടതാണ്. യഥാർത്ഥമായിട്ട് നടന്നൊരു കഥയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഘടകം. അതിൽ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ നല്ല നല്ല ഖുർആൻ പഠിപ്പിക്കുന്ന നല്ല നല്ല അധ്യാപകർ എത്രത്തോളം സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഞാൻ ശ്രദ്ധിച്ചതാണ്. അവർക്ക് പരമാവധി പരിചരണവും സ്നേഹവും കൂടെ ചേർത്ത് നിർത്തിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. എന്നാലാകുന്ന രീതിയിൽ ഞാനും കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മീറ്റിങ്ങിലൂടെ ഇനി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങൾ ചർച്ചയിലുണ്ടാവട്ടെ. ഈ ഒരു നല്ലൊരു ടീം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ മാതാപിതാ ഗുരുദേവ് എന്ന് പറയുന്ന പോലെ മാതാവോടുണ്ട്, പിതാവുണ്ട്, പിന്നെ ഗുരു. നിങ്ങൾ പിതാവ് കാണിച്ചു കൊടുക്കുന്ന ഗുരു എന്നുള്ള സ്ഥാനത്തിലുള്ളവർ ഇവിടെ ഉണ്ട്. പിതാവിനെ ഗുരുവാകാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മുടെ എല്ലാവരുടെ ദർശനമാണ് നമ്മൾ അവരുടെ യഥാർത്ഥ റബ്ബ്, അവരുടെ സൃഷ്ടാവ് എന്ത് എന്ന് തിരിച്ചറിയിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ടീം വർക്കുമാണ് അവരെ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നത്. അത് തെറ്റായ രീതിയിലായിപ്പോയി കഴിഞ്ഞാൽ കുട്ടികളും വഴിതെറ്റും. അതുകൊണ്ട് നല്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നമുക്ക് ഈ മീറ്റിങ്ങിൽ മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ മക്കളെല്ലാം നല്ല വഴിക്കാകട്ടെ, എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നമ്മുടെ ചർച്ചയിലേക്ക് കിടക്കാം. ഓക്കെ.